അങ്ങനെ വീട്ടമ്മമാർക്ക് 10 പൈസ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മാർഗ്ഗമാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആർക്കും ചെയ്യാവുന്ന ഒരു പദ്ധതിയാണ്. 5 പൈസ ചിലവില്ലാത്ത ഉണ്ടാവുന്ന ഒരു പരിപാടിയാണിത്. നമുക്കാകെ ചെയ്യാവുന്നത് 4 കൊട്ട പച്ചച്ചാണകം കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒരു ട്രേ വാങ്ങിക്കുക. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിൻ്റെ ട്രേ ആണ്. ഇതിന് 50 രൂപ മുടക്കേ ഉള്ളൂ മൊത്തത്തിൽ. ഈ ട്രേ വേണമെങ്കിൽ നമുക്ക് ആക്രിക്കടയിലോ എവിടെയെങ്കിലും കിട്ടും. 50 രൂപ മുടക്കി വാങ്ങിച്ചിട്ട് ഇതുപോലെ കുറച്ച് പച്ചച്ചാണകം എവിടെയെങ്കിലും വാങ്ങിക്കുക. അതിന് പൈസ ഒന്നും കൊടുക്കണ്ട. ഒരു 4 കൊട്ട പച്ചച്ചാണകം വാങ്ങിക്കുക. വാങ്ങിച്ചിട്ട് ഇതുപോലെ ഈ ട്രേക്കകത്ത് ഇടുക. ഇതിപ്പോൾ ഞാൻ പച്ചച്ചാണകം വാങ്ങിച്ചിട്ടാണ്. അത് ഇത്ര ഉണെങ്കിൽ അപ്പോൾ ഈ പച്ചച്ചാണകത്തിൻ്റെ കൂടെ കുറച്ച് ചാരവും പിന്നെ കുറച്ച് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾക്ക് കഴിക്കുന്നതിൻ്റെ ബാക്കി വേസ്റ്റുകളും, ചോറെങ്കിൽ ചോറ്, ചാരം, മറ്റുള്ള പച്ചക്കറി വേസ്റ്റുകൾ ഇത് മൊത്തം ഇട്ട് മിക്സ് ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് മൊത്തമുണ്ട്. ഇതാണ് പച്ചക്കറി വേസ്റ്റുണ്ട്, പിന്നെ ചാരമുണ്ട്, മുട്ടത്തോടുണ്ട്, പിന്നെ ചോറ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തേഞ്ഞ് പറ്റിയില്ലെങ്കിൽ തന്നെ അടുത്ത വീട്ടിലെ എല്ലാം വേസ്റ്റ്. അപ്പോൾ ഒരു മാലിന്യ സംസ്കരണം കൂടി ആവും. ഇട്ടും വെച്ച് ഇതുപോലൊരു കമ്പെടുക്കുക. കമ്പെടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. ഇങ്ങനെ മിക്സ് ചെയ്ത് ഇടുമ്പോൾ ഇപ്പം ചാരം കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ചാരം അടുത്ത വീട്ടിലൊക്കെ കാണും, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വക്കിൽ ഇടയും കാണും. മിക്സ് ചെയ്തിട്ട് ഒരു ജൈവവളം മാലിന്യമായിട്ട് ഇത് മാറും. ഇതധികം ദിവസമൊന്നും ഉണങ്ങണ്ട. ഇത് പെട്ടെന്ന് ഇത് ഉണങ്ങിക്കിട്ടും. അതുപോലെ മഴക്കാലം ആണെങ്കിൽ ഇപ്പോൾ പുറത്തൊരു എന്തെങ്കിലും അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് ഇടയ്ക്ക് രാവിലെ വന്നിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ അടുത്തുള്ള വീടുകളിലേക്ക് ജൈവമാലിന്യം നമ്മൾ വാങ്ങിച്ചിട്ട് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇനി ചാക്കിട്ട് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇത് 1 കിലോ 2 കിലോ പാക്കറ്റ് ആക്കുക. ചെടിയൊക്കെ നടന്ന വീടുകളിലും മറ്റുള്ള എന്തെങ്കിലുമൊക്കെ നടന്ന വീടുകളിലുമായിട്ട് നമ്മൾ ബന്ധപ്പെടുക. പിന്നെ അത് തന്നെയല്ല, ബന്ധപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ തന്നെയും നമ്മൾ ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള നമ്മൾ യൂട്യൂബ് ഇങ്ങനെയുള്ളതായിട്ട് ബന്ധപ്പെട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് 1 കിലോ ഇത്ര രൂപ വെച്ച് നമുക്ക് മുതലാവുന്ന രീതിയിൽ പാക്ക് ചെയ്ത് അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ അവരത് വാങ്ങിച്ചോളും. അപ്പം മറ്റുള്ള വളം ഇപ്പം 4 കിലോ വളം ഇടുന്നിടത്ത് നമുക്ക് ഇതിലാണെങ്കിൽ ഒരു 1/2 കിലോ വളം ഇട്ടാൽ മതി. അപ്പോൾ നമുക്കൊരു മാലിന്യ സംസ്കരണം എന്നുള്ളൊരു ഇതുകൂടാവും. വീടുകളിലെ മാലിന്യം അടുത്തുള്ള വീടുകളിൽ. അപ്പോൾ അടുത്തുള്ള മാലിന്യമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇതുപോലെ ചാണകപ്പൊടിക്കകത്ത് മിക്സ് ചെയ്യണം. ചാരം ഇതുപോലെ ഇട്ടാൽ മതി. ചാരമൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ഇപ്പം ഇതുപോലെ ഇളക്കി കഴിയുമ്പം ഇത് നല്ല പൊടിയായിട്ട് മാറും. അപ്പം 2 ദിവസത്തിലൊരിക്കൽ ഇത് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഇപ്പം ഞാനിപ്പോൾ ഏത്തവാഴ വെക്കുന്നതിനാണ് ഇത് ഇടാൻ പോകുന്നത്. ഏത്തവാഴ കപ്പയ്ക്കൊക്കെ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിലോ നമുക്കൊരു 30 രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് 1 മാസത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും ഈ സാധനം നമ്മൾ പൊടിക്കണം. ഇത് പൊടിച്ചിട്ട് ഇത് 1 കിലോ 2 കിലോ 3 കിലോ പാക്ക് ചെയ്യുക. പാക്ക് ചെയ്തിട്ട് അടുത്തുള്ള വീടുകളിലും ഫേസ്ബുക്ക് മുഖേനയും ഒക്കെ നമ്മൾ പറയുക, ഇതുപോലെ നല്ല ഒറിജിനൽ വളമുണ്ട്, നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാൻ ഫോൺ നമ്പറും കൊടുക്കുക. നമുക്ക് ആകെ 1 മാസത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ. 1 മാസം കൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ 2 മാസം ബുദ്ധിമുട്ട് വേണം. പിന്നീട് നമുക്കിത് പ്രയോജനപ്പെടും. ഇത് ആദ്യം ഒരു 10 ദിവസമൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ 2 വീലറുള്ളവർക്കാണെങ്കിൽ ഏറ്റവും നല്ല പ്രയോജനമാണ്. ഈ ഇപ്പം വീടുകളിൽ നിന്ന് 2 കിലോ വളം ആർക്കും 2 കിലോ വളം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് 2 വീലറെ കൊണ്ട് കൊടുക്കാം. അങ്ങനെ 2-3 ഇടത്ത് ഓർഡർ കിട്ടിക്കഴിയുമ്പോൾ കൊണ്ട് കൊടുക്കാം. ആദ്യം നമുക്കൊരു 2-3 ഓർഡർ കിട്ടിയാൽ മതി. 2-3 വീടുകളിലെ ഓർഡർ കിട്ടിയാൽ മതി. 2-3 വീടുകളിലെ ഓർഡർ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഓർഡർ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് വലിയ മുതൽ മുടക്കില്ല ഇതിന്. നമ്മൾ അടുത്ത വീടുകളിലെ മാലിന്യം എടുക്കുന്നു, അത് കൊണ്ടുവന്ന് ഇടുന്നു. അത് കഴിഞ്ഞിട്ട് ചാണകവും ചാരപ്പൊടി, അതുപോലെ തേയിലക്കൊന്ത് കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇട്ട് വെച്ച് നമ്മൾ മിക്സ് ചെയ്യുന്നു. ഇതുപോലെ പൊടിക്കണം. ഇങ്ങനെ ഒരു കമ്പ് വെച്ച് കൈ വെച്ച് ഇങ്ങനെ പൊടിച്ച് കൊടുക്കുക. ഇട്ട് ഒരു 2 കിലോ 3 കിലോ പാക്കറ്റാക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ ഓർഡർ ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിപ്പോൾ 10 രൂപ പറഞ്ഞാലും നഷ്ടമൊന്നുമില്ല. നമുക്ക് വലിയ മുതൽ മുടക്കൊന്നുമില്ല. അപ്പോൾ 2 വീലറിൽ ഇപ്പം നമുക്ക് പശുക്കളില്ലെങ്കിലും അടുത്ത വീടുകളിൽ ചെന്നിട്ട് 2 വീലറിൽ പോയി 2
3 വട്ടം ചാണകം കൊണ്ടുവരിക, പച്ച ചാണകം കൊണ്ടുവരിക, ഇതുപോലെ ട്രേക്കകത്ത് ഇടുക. ഇപ്പോൾ ഈ ട്രേ ഇല്ലെങ്കിലും നമുക്കൊരു ചെറിയ ടാങ്ക് കെട്ടി എടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ അത് മെയിൻ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ 2 ദിവസത്തിൽ ഒരിക്കലെങ്കിലും അത് തുറന്നിട്ട് അത് ഇതുപോലെ എടുക്കണം. ഇപ്പോൾ ഇതാണെങ്കിൽ ഒരു കുറഞ്ഞ ഒരു 50 കിലോ 60 കിലോളം ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് നടക്കും, മറ്റുള്ളവരുടെ കാര്യം നടക്കും. നമുക്ക് ആദ്യത്തെ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു വരുമാന മാർഗം തന്നെയാണ് ഇത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ തേയിലക്കൊന്ത്, ചാരം, വേസ്റ്റ്, ചോറ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. എല്ലാ സാധനവും ഉണ്ട് ഇത്. അപ്പോൾ ഈ ചപ്പൊന്നും കാണരുത്, നമ്മൾ ഈ കൊടുക്കുമ്പോഴേ ചപ്പൊന്നും കാണരുത്. 1 കിലോ 2 കിലോ 3 കിലോ പാക്കറ്റ് ആക്കുക. അതുപോലെ ചെടിയുള്ള വീടുകളിലൊക്കെ ചെന്നിട്ട് ആദ്യം പറയുക, പിന്നെ ഫേസ്ബുക്കിലോ ഇങ്ങനെയുള്ള ഇടത്തൊക്കെ മീഡിയ പബ്ലിസിറ്റി ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഇടുക. ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കൽ ഓർഡർ കിട്ടും. ആദ്യം 1 മാസത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ 10 ദിവസത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ 2 മാസത്തെ ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഓർഡർ കിട്ടും. ഒരു മാസം എങ്ങനെ പോയാലും 4000 രൂപ 5000 രൂപ നമുക്ക് സമ്പാദിക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് കൂടി വരും, കുറഞ്ഞു വരത്തില്ല, കൂടിയേ വരത്തുള്ളൂ. വലിയ മുതൽ മുടക്കമൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. ഇതുപോലെ ഒരു ട്രേ വാങ്ങിച്ചാൽ മതി, 50 രൂപയേ ഉള്ളൂ. 50 രൂപയുടെ മുടക്കേ ഉള്ളൂ ട്രേക്ക് മാത്രം. ഞങ്ങളിതപ്പോൾ 50 രൂപ കൊടുത്ത് വാങ്ങിച്ച ട്രേകളാണിത്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു വരുമാന മാർഗ്ഗം, വീട്ടിലിരിക്കുന്ന വനിതകൾക്കൊരു വരുമാന മാർഗ്ഗം, എല്ലാവർക്കും ഒരു വരുമാന മാർഗ്ഗമാണ് ഇത്. ഇതിൻ്റെ അകത്ത് തേയിലക്കൊന്തുണ്ട്, ചാരമുണ്ട്, മുട്ടത്തോടുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ 4 കൊല്ലം കൊണ്ട് ചാണകപ്പൊടി ആയിട്ട് വിൽക്കുന്നുണ്ട്, 4 കൊല്ലമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ വീടുകളിൽ നിന്ന് ചാണകം എടുക്കും, അവിടെ തന്നെ ഇട്ട് ഉണക്കും. ചാരവും കോഴി വേസ്റ്റ് എല്ലാം കൂടെ ഇട്ട് ഇളക്കി അങ്ങനെ ചാക്കിന് കൊടുക്കുമായിരുന്നു. ഇപ്പം പിന്നെ ഇതുപോലെ ഇതിൻ്റെ അകത്താക്കിയിട്ട് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ 1 കിലോ 2 കിലോ 3 കിലോ 4 കിലോ വീതം കൊടുക്കും. നമുക്ക് ഒരിക്കലും നഷ്ടമില്ല, നല്ല ലാഭം തന്നെയാണ്. 100% ഗ്യാരണ്ടി ആയിരുന്നു. നമ്മൾ ഈ ഓർഡർ എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ. ആദ്യം ഒരാഴ്ചത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ, ഇല്ലെങ്കിൽ 1 മാസത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നല്ല ഓർഡറുകൾ കിട്ടും, അവർക്ക് ഇഷ്ടപ്പെട്ട് വരുമ്പോൾ ഓർഡറുകൾ കിട്ടും. അപ്പോൾ ഈ കഷ്ണമൊന്നും കാണരുത്, പൊടി മാത്രമേ ഇട്ട് പാക്ക് ചെയ്യാവൂ. നമുക്ക് 1 കിലോയ്ക്ക് 30 രൂപ 40 രൂപ വെച്ചൊക്കെ കൊടുക്കാം. എങ്ങനെ പോയാലും നമുക്ക് 30 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും 3 കിലോ സാധനം ഒരു പാക്കറ്റ് ആക്കി കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് ആരും എടുക്കുന്നതാണ് ഇത്. നമുക്ക് കൊടുക്കാം. ഓർഡറൊക്കെ ഇഷ്ടം പോലെ കിട്ടും നമുക്ക്, ചെടികൾക്കും എല്ലാത്തിനും. ധൈര്യമായിട്ട് ചെയ്യുക.